ഈശ്വരായ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ വിശുദ്ധ ബലി നമ്മൾ അർപ്പിക്കുമ്പോൾ പ്രത്യേകമായി നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ജനന മരണോത്ഥാന നമ്മളിവിടെ ഈ ബലിവേദിയിൽ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും വേദനകളും സന്തോഷങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേക നിയോഗങ്ങളും ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വിശുദ്ധ ബലിയിൽ നമുക്ക് ഏറ്റവും സജീവമായി പങ്കെടുക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ
അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നും ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരക്കുവാനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവനാകുന്നു. സകലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ.
ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. ആമേൻ. സഹോദരരെ, നിങ്ങളിരുന്ന ശ്രദ്ധയോടെ കേൾക്കുവിൻ. ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 23-ാം അധ്യായം 33 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ ഒരു ആശ്രയിച്ചാലും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, 7 മാസം 15-ാം ദിവസം മുതൽ 7 ദിവസത്തേക്ക് കർത്താവിന്റെ കൂടാരത്തിരുന്നാളാണ്. ആദ്യ ദിവസം ഒരു വിശുദ്ധ സമ്മേളനം കൂടണം. അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. 7 ദിവസവും നിങ്ങൾ കർത്താവിന് ദഹനബലി അർപ്പിക്കണം. 8-ാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. കർത്താവിന് ദഹനബലിയും അർപ്പിക്കണം. ഇത് ആഘോഷത്തോടു കൂടിയ സമ്മേളനമാണ്. അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. കർത്താവിന് ദഹനബലിയും ധ്യാനബലിയും പാനീയബലിയും മറ്റു ബലികളും അർപ്പിക്കേണ്ടത് വിശുദ്ധ സമ്മേളനവുമായി നിങ്ങൾ പ്രഖ്യാപിക്കേണ്ടതുമായ കർത്താവിന്റെ നിർദ്ദിഷ്ട തിരുനാളുകളാണ്. കർത്താവിന്റെ സാപത്തിനും കർത്താവിന് നൽകുന്ന വഴിപാടുകൾക്കും കാഴ്ചകൾക്കും സ്വാദിഷ്ട ബലികൾക്കും പുറമെയാണ് ഇവ. 7-ാം മാസം 15-ാം ദിവസം വയലിലെ വിളവ് ശേഖരിച്ചതിനു ശേഷം 7 ദിവസം നിങ്ങൾ കർത്താവിന് ഒരു തിരുനാൾ ആചരിക്കണം. ആദ്യ ദിവസവും 8-ാം ദിവസവും സാബത്തായിരിക്കണം. 1-ാം ദിവസം ഭംഗിയുള്ള പഴങ്ങളും ഈന്തപ്പനയോലയും ഇലതൂർന്ന ചില്ലകളും ആറ്റരലിക്കൊമ്പോളും എടുക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ 7 ദിവസം സന്തോഷിച്ചാഹ്ലാദിക്കണം. വർഷം തോറും 7 ദിവസം കർത്താവിന്റെ തിരുനാളായി ആഘോഷിക്കണം. നിങ്ങളുടെ സന്തതികൾക്കുള്ള ശാശ്വത നിയമമാണിത്. 7-ാം മാസത്തിൽ ഈ തിരുനാൾ നിങ്ങൾ ആഘോഷിക്കണം. 7 ദിവസത്തേക്ക് നിങ്ങൾ കൂടാരങ്ങളിൽ വസിക്കണം. ഈജിപ്ത് ദേശത്ത് നിന്ന് ഞാൻ ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നപ്പോൾ അവർ കൂടാരത്തിലാണ് വസിച്ചത് എന്ന് നിങ്ങളുടെ സന്തതി പരമ്പര അറിയാൻ ഇസ്രായേൽക്കാരോടെല്ലാവരും കൂടാരങ്ങളിൽ വസിക്കണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ഇപ്രകാരം മോശ ഇസ്രായേൽ ജനത്തോട് കർത്താവിന്റെ നിർദ്ദിഷ്ട തിരുനാളുകൾ പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിലും ഗ്രഹിക്കുന്നതിലും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. ആമേൻ. സഹോദരൻ, വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസിന്റെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം അധ്യായം 12 14 മുതൽ 21 വരെ വാക്യങ്ങൾ ഒരു ആശീർവദിക്കണം. വിശുദ്ധ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇതാ, ഞാൻ 3-ാം പ്രാവശ്യം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തയ്യാറായിരിക്കുന്നു. ഞാൻ ഒരു ഭാരമായിരിക്കുകയില്ല. എന്തെന്നാൽ ഞാൻ കാക്ഷിക്കുന്നത് നിങ്ങളെയാണ്, നിങ്ങൾക്കുള്ളവയല്ല. മക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയല്ല സമ്പാദിക്കേണ്ടത്, മറിച്ച് മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടിയാണ്. ഞാൻ അതീവ സന്തോഷത്തോടെ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി സ്വയം ചെലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്തോറും കുറച്ചു മാത്രമാണ് ഞാൻ സ്നേഹിക്കപ്പെടേണ്ടത്. ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എന്നാലും നിങ്ങളെ കബളിപ്പിച്ച് സ്വതന്ത്രത്തെ വശപ്പെടുത്തുമായിരിക്കുന്നുവെന്ന് നിങ്ങൾ പറയുമായിരിക്കും. നിങ്ങളുടെ അടുത്തേക്ക് അയച്ച ആരെങ്കിലും വഴി ഞാൻ നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടോ? തീത്തോസ് പോകണമെന്ന് ഞാൻ നിർബന്ധിച്ചു. അവന്റെ കൂടെ ആ സഹോദരനെ അയച്ചു. തീത്തോസ് നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടല്ലോ. ഒരേ ആത്മാവിലല്ലേ ഞങ്ങൾ ചലിച്ചത്, അതേ കാൽപ്പാടുകളിൽ. ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ ന്യായീകരിക്കുകയായിരുന്നുവെന്നാണോ ഇത്രയും കാലം നിങ്ങൾ വിചാരിച്ചിരുന്നത്? പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പരിപോഷണത്തിനു വേണ്ടി ദൈവസമക്ഷം സമസ്തവും മിശിഹയിലാണ് പ്രസംഗിച്ചിരുന്നത്. ഒരുപക്ഷെ ഞാൻ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ എന്നെയും കാണാതിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കലഹവും അസൂയയും കോപവും മാത്സര്യവും അപവാദവും പരദൂഷണവും അകത്തെയും അശുദ്ധയും ആയിരിക്കുമ്പോൾ കണ്ടെത്തുന്നത്. ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ മുമ്പിൽ എളിമപ്പെടുത്തുമോ എന്നും നേരത്തെ പാപം ചെയ്തവരും എന്നാൽ തങ്ങൾ വഴി അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിഷയാർത്ഥത്തെക്കുറിച്ചും മാനസാന്തരപ്പെടാത്തവരുമായ അനേകരെ ഓർത്ത് വിലപിക്കേണ്ടി വരുമോ എന്നും ഞാൻ ഭയപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി.
നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 16 വാക്യങ്ങൾ 19 മുതൽ 31 വരെ. ഒരു ധനവാനുണ്ടായിരുന്നു. അവൻ ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവന്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. അവന്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവന്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിന്റെ മടിയിലേക്ക് സമ്മതിച്ചു. ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി. ദൂരെ അബ്രാഹത്തെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ. തന്റെ വിരൽ തുമ്പ് വെള്ളത്തിൽ മുക്കി എന്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അബ്രാഹാം പറഞ്ഞു, മകനെ, നീ ഓർക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു. ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എന്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും പീഡകരുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അബ്രഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രാഹമേ, അങ്ങനെയല്ല. മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുതപിക്കും. അബ്രഹാം അവനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താനും അവർക്ക് ബോധ്യമാകുകയില്ല. ഇസ്രായേൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ തിരുവചന ഭാഗം ക്രിസ്തു പറഞ്ഞ ധനവാന്റെയും ലാസറിന്റെയും ഒരു ഉപമയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിന്റെ ഉപമകളെല്ലാം നമ്മളെടുത്ത് വിചിന്തനം ചെയ്യുകയാണെങ്കിൽ ദൈവരാജ്യം എന്ന് പറഞ്ഞ മഹത്തായിട്ടുള്ള ഒരു ആശയത്തെ ക്രിസ്തു വളരെ ലളിതമായിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള ഉപമകളിലൂടെയാണ് നമുക്ക് എല്ലായ്പ്പോഴും ബൈബിളിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൈവരാജ്യം എന്ന് പറയുന്ന ക്രിസ്തു ഒരു കടുകുമണിക്ക് സദൃശ്യമെന്നാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു ഊട്ടുമേശയ്ക്ക് സദൃശ്യമാണെന്നൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നു ദൈവരാജ്യം എന്ന് പറഞ്ഞ മഹത്തായ ആശയം നമ്മളുടെ സങ്കല്പത്തിനും അപ്പുറത്താണെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്നത് അത് വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ വളരെ സാധാരണ ജീവിതത്തിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയാൻ വേണ്ടി ക്രിസ്തു നമ്മെ ഉപമകളും കഥകളും പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ധനവാന്റെയും ലാസറിന്റെയും ഉപമ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നമ്മൾ വായിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഉപമയാണെങ്കിൽ തന്നെയും നമ്മോട് ക്രിസ്തു പറയുന്നത് സമ്പത്ത് എന്ന് പറയുന്നത് ദൈവരാജ്യത്തിനുള്ള ഒരു മാർഗം കൂടിയാണെന്നാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമായ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ക്രൈസ്തവ ജീവിതത്തിൽ സമ്പത്ത് വിനിയോഗിക്കണമെന്ന് ക്രിസ്തു നമ്മെ ഒരു ചെറിയ ഒരു ഉപമയിലൂടെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ വായിച്ചു കേട്ടത്. സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ട ധനവാൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ക്രിസ്തു പേര് കൊടുക്കുന്നില്ല. പ്രത്യേകിച്ച് ലാസറിനാണ് ലാസർ എന്നുള്ള ഒരു പേര് ക്രിസ്തു കൊടുക്കുന്നത്. അത് ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഭാഷയിൽ പറയുന്നത് ധനവാൻ സമ്പത്ത് വിനിയോഗിക്കേണ്ട രീതിയിൽ നമ്മൾ വിനിയോഗിച്ചില്ലെങ്കിൽ ക്രിസ്തുവിന്റെ മനസ്സിലും നമ്മുടെ ഇടയിൽ പേരുണ്ടാകില്ല എന്നുള്ളതാണ്.
അതുകൊണ്ടാണ് ധനവാൻ എന്ന് മാത്രം അഭിസംബോധന ചെയ്ത് ക്രിസ്തു തന്റെ ഉപമ ആരംഭിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ധനവാന്റെ നമുക്കറിയാം, ഉപമ നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ക്രിസ്തു ധനവാന്റെ സമ്പത്തായിരുന്നില്ല ക്രിസ്തു ധനവാനിൽ കണ്ട തെറ്റ് എന്ന് പറയുന്നത്. ആ സമ്പത്ത് വിനിയോഗിക്കേണ്ടവനിലേക്ക്, അല്ലെങ്കിൽ സമ്പത്ത് പോകേണ്ടവനിലേക്ക് ആ സമ്പത്ത് പോയില്ല. അവിടെയാണ് ഈ ധനവാനിൽ ക്രിസ്തു കണ്ട തെറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ക്രൈസ്തവ ജീവിതത്തിന്റെ സമ്പത്ത് നമ്മൾ അത് പോകേണ്ടവനിലേക്ക് പോകുവാനും ആ സമ്പത്ത് ആഗ്രഹിക്കേണ്ടവനിലേക്ക് ആ സമ്പത്തിനെ നൽകുവാനും നമ്മൾ ഒരു മുൻകൈ എടുക്കുകയാണെങ്കിൽ ക്രൈസ്തവ ജീവിതം ക്രിസ്തു ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ള ഒരു ചെറിയൊരു ആശയമാണ് കർത്താവ് യേശുക്രിസ്തു നമ്മുടെ സുവിശേഷത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് ക്രിസ്തു ബൈബിളിലൂടെ കാണിച്ചു തന്നതും ക്രിസ്തു തന്റെ ജീവിതത്തിൽ ചെയ്തു തന്നതും ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാനും 2 ഉദാഹരണങ്ങൾ പറഞ്ഞ് ഞാൻ ഇന്നത്തെ സുവിശേഷ ഭാഗം അവസാനിപ്പിക്കാം. നമ്മള് ബൈബിളിലെ ക്രിസ്തു കൈശോഷിച്ചവനെ സുഖപ്പെടുത്തുന്ന ഒരു മനോഹരമായിട്ടുള്ള രംഗമാണ്. നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചു കാണുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെങ്കിലും നമ്മൾ ആ ഭാഗത്തിലേക്ക് നമ്മളൊന്ന് കടന്ന് ചിന്തിക്കുകയാണെങ്കിൽ ക്രിസ്തു കൈശോഷിച്ചവനെ സുഖപ്പെടുത്തിയത് ക്രിസ്തു ഒരു സാബത്ത് ദിവസമാണ്. സാബത്ത് ദിവസം എന്ന് പറഞ്ഞാൽ യഹൂദരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ അവർ ആചരിക്കുന്ന, മറ്റു ജോലികളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് യഹൂദര് വിശ്വസിക്കുന്ന, അവരെ പഠിപ്പിക്കുന്ന ഒരു ദിവസമാണ് സാബത്ത്. ഈ സാബത്ത് ദിവസമാണ് ക്രിസ്തു കൈശോഷിച്ചവനെ സുഖപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കാം. അതായത് സാബത്ത് ദിവസം കഴിഞ്ഞ് പിറ്റത്തെ ദിവസം വേണമെങ്കിൽ ക്രിസ്തുവിനെ ഈ കൈശോഷിച്ചവനെ സുഖപ്പെടുത്താമായിരുന്നു. സാബത്തിന്റെ ലംഘിക്കത്തൂല എന്ന ക്രിസ്തുവിനെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ എന്നാൽ വേറൊരു ഓപ്ഷൻ കൂടി നമുക്കൊന്ന് ചിന്തിക്കാം. അതായത് എത്രയോ സൗഖ്യങ്ങളാണ് ക്രിസ്തു ആരും അറിയാതെ ഇവിടെ രഹസ്യമായ രീതിയിൽ ക്രിസ്തു ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ക്രിസ്തുവിനെ ഈ കൈശോഷിച്ചവനെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുവിനെ മാറിപ്പോകാൻ പാടില്ല, ആരും അറിയില്ല. പക്ഷേ ക്രിസ്തു നമ്മൾ ആ ഭാഗത്ത് നിന്ന് വായിച്ചു നോക്കുകയാണ്, ശ്രദ്ധാപൂർവ്വം നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ ആ വലിയൊരു ജനക്കൂട്ടത്തെ ആ സാബത്ത് ദിവസം ആ ജനക്കൂട്ടത്തിന്റെ മധ്യത്തിൽ ഈ കൈശോഷിച്ചവനെ പിടിച്ചു നിർത്തിയെന്നാണ് ആ സുവിശേഷം എഴുതി വെച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദനിക്കുന്നവന്റെ വേദനയ്ക്ക് മുമ്പിൽ ഒരു സാപത്തിനും വില പോകില്ല. അല്ലെങ്കിൽ യഹൂദരുടെ സാപത്ത് എന്ന് പറയുന്ന വലിയ ഒരു ആശയത്തിന് ഈ വേദനിക്കുന്നവന്റെ വേദനയ്ക്ക് മുമ്പിൽ അത് വില പോകില്ല എന്ന് തന്നെയാണ് ക്രിസ്തു അവിടെ നമുക്ക് കാണിച്ചു തന്നത്. അതുകൊണ്ട് അപരന്റെ വേദനയാണ് ക്രിസ്തുവിന്റെ മുമ്പിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണുന്നത്. മറ്റൊരു ഉദാഹരണത്തിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കൈശോഷിച്ചവൻ അല്ലെങ്കിൽ കൈശോഷിച്ചവനെ സാബത്ത് ദിവസം സൗഖ്യപ്പെടുത്തിയപ്പോൾ സാബത്ത് എന്ന് പറഞ്ഞ യഹൂദരുടെ ഏറ്റവും മഹത്തായി കണ്ടിരുന്ന ആ ദിവസം കേവലം ഒരു കൈശോഷിച്ചവന് വേണ്ടി മാത്രമാണ്, കൈശോഷിച്ച ഒരു പാവപ്പെട്ട ഒരു മനുഷ്യന് വേണ്ടി മാത്രമാണ് ക്രിസ്തു അതിനെ മാറ്റിയെങ്കിൽ നമ്മോട് യേശുനാഥൻ പറയുന്നത് വേദനിക്കുന്നവന്റെ വേദനയ്ക്ക് മുമ്പിൽ എൻ്റെ സമ്പത്തും എൻ്റെ കഴിവും എൻ്റെ ശക്തിയും നമ്മൾ മാറ്റിവെക്കണം എന്നുള്ള ഒരു വലിയ ആശയമാണ് ക്രിസ്തു നമുക്ക് നൽകുന്നത്. ഇതുപോലെ തന്നെയാണ് ബൈബിളിൽ നമ്മൾ സുവിശേഷം നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും. പക്ഷെ തെറ്റിദ്ധരിക്കപ്പെടും സുവിശേഷം എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുന്നതൊക്കെ വളരെ വളരെ ചെറിയ ആശയങ്ങൾ. നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കുവാൻ പറ്റത്തക്ക വിധത്തിലുള്ള ചെറിയ ചെറിയ ആശയങ്ങൾ ക്രിസ്തു ദൈവരാജ്യത്തിന്റെ പൂർണ്ണതയിലേക്ക് ക്രിസ്തു കൊണ്ടുവരിക. അപ്പൊ നമ്മുടെ സ്നേഹമുള്ള ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ കഴിവും നമ്മുടെ സമയവും പോകേണ്ടവരിലേക്ക് ആവശ്യമുള്ളവരിലേക്ക് മാറ്റപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി അതിനുള്ള ശക്തിക്ക് വേണ്ടി ഇന്നത്തെ വിശുദ്ധവരിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ എന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് ഏറ്റു പറയാം. നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദിവ്യ രക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളെ ചുടുന്നതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെ എതിർപ്പോടെ നേരിടുന്നതിനും നിന്റെ ദിവ്യദൈവത്തെ വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയോടൊത്ത് ചിന്തിക്കുവാൻ അവരുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കുകാടുകൾ മനസ്സ് നിന്റെ ജനത്തിൽ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകൾ തമ്മിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യ വിശ്വാസത അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ആദർശങ്ങളൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുന്നതിന് വേണ്ട അനുഗ്രഹം സഭാ തലവനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭാധ്യക്ഷനും പിതാവായ മാർ ജോർജ് ആർജിക ശ്രേഷ്ഠ മെത്രാപ്പോലീത്തയ്ക്കും ഞങ്ങളുടെ രൂപദാസനായ മാർ സെബാസ്റ്റ്യൻ പിതാവിനും മറ്റെല്ലാ മേലധ്യക്ഷന്മാർക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന് ഏകമനസ്സായി പ്രേക്ഷിത വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീക്ഷ്ണതയോടും കൂടി സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും പ്രേക്ഷിതരംഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിലെയും നാഥ എന്നേക്കും സകലത്തിലെയും നാഥനായ ദൈവത്തിന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ ചെയ്യട്ടെ. Oh
സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സകല സൃഷ്ടിക്കുമ്പോഴും പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ പരിഹാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പതിയോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവാഴ്ച നൽകപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈനികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമതീസായി ശരീരത്തിന്റെ ഉയർപ്പും ഇതിഹാസം ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ സ്വാതന്ത്ര്യമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശ്വാസ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ ഭരിച്ച് ഈ ലോകത്ത് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിന്റെ നിത്യജീവനും കാരണമാകട്ടെ. ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കൃപാലന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമ്മേളിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ കാരുണ്യാദ്രവ്യത്തിനായി യോഗ്യരാക്കി. നിങ്ങൾ നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോട് കുറച്ച് വിശ്വാസത്തോടുകൂടി പരികർമ്മ ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടെ വിശുദ്ധിയോടെ കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവത്തിൽ നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തി ജനമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാസത്തെ വഴി സമാധാന സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി നിശബ്ദരായി ഏകാഗ്രഭക്തിയോടെ കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ.
സമാധാനത്തോടുകൂടെ പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതി, എല്ലാ നാമങ്ങളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ട് നാളെ ലോകത്തെയും അതിനുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനാകെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയമാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൗവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ആരാധന സമർപ്പിക്കുന്നു. ആത്മചാതനം അങ്ങയോട് സദൃശനും അങ്ങിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വാചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടെ നിന്ന് തന്നെ തന്നെ സൂര്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. വിവേകം ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ്ണ മനുഷ്യനായി ശ്രേണജാതനായി നിയമത്തിന് അധീനരായി വിരുദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ ഫലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന ശരീരമാണ്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ.
ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ സമാധാനത്തോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാന ആചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമാനിയ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശാറ്റ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ സെബാസ്റ്റ്യൻ മെത്രാന് വേണ്ടി, വിശുദ്ധ കത്തോലിക്ക സഭാ മുഴുവന് വേണ്ടി, പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മതങ്ങളുടെയും ബഹുമാനത്തിനു വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി, ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടി, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ജനത്തിനു വേണ്ടിയും, പ്രത്യേകമായി ഞങ്ങളുടെ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വിജയത്തിന് വേണ്ടി, ഞങ്ങളുടെ സമൂഹത്തിൽ ശാന്തിയും സമാധാനവും നിറയുന്നതിന് വേണ്ടി, യോഗ്യനായ എനിക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ ആഗ്രഹം പ്രാർത്ഥിക്കുവാൻ സമാധാനത്തോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വർദ്ധിക്കും, പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനെയും വിസ്മയാർഹമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യപ്രസന്നമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും ചിത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഈശോമിശിഹായ നിന്റെ തിരുനാമത്തിൽ സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയത് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
പരിശുദ്ധാത്മാവിന്റെ സഹവാസം നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരവോടെ സമീപിക്കാം. അനുതാപത്തും തുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരനെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലകളും പിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിൽ വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീര വേർപ്പിലും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നിത്യജീവൻ കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണങ്ങളും ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങയെ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങൾ ആ ദിനങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ ഇപ്പോൾ നിർമ്മല ഹൃദയരും പ്രസന്നവദനും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലവിടത്തേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവ് യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എന്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകുദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങനെ സന്നിഹിതനെന്ന് വിശ്വസിച്ച് അങ്ങയെ ഞാൻ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവനും കാരണമാകട്ടെ. Para
പരിശുദ്ധാത്മാവിന്റെ സുന്ദരവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയെ പങ്കുള്ള യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക എല്ലാ നാഴികകളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവിതായ ദൈവികമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരുടെ കൂടെ നാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളുടെ കാരുണ്യപുറം അങ്ങ് യോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും സകലത്തെയും പൗത്രീകരിക്കുന്ന തന്റെ മൂല്യമായ ശരീരരക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹ കൃപാപൂർവ്വം നമ്മെ യോഗ്യരാക്കി വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി എന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ആചാരം നിന്റെ കാരുണ്യാതിരകത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രീതിജനകമായി വർദ്ധിച്ച് എല്ലാവരോടും വന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും.
തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശദീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ സ്വസ്തി. നിന്റെ കടകളോടേക്കും പാപങ്ങളുടെ മോചനത്തിന് കാരണമായിട്ട് ഇനിയൊരു പ്രേരിപ്പിക്കുവാൻ ഞങ്ങളുടെ മുകളിലെ പറഞ്ഞുകൊള്ളാം. ദേവാലയമായിട്ടുള്ള പ്രാർത്ഥന. എന്റെ ദൈവമേ, അവിടുന്ന് ഈ ദാസന് വേണ്ടി ഒരു ഭവനം പണിയുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്ന പ്രത്യാശയിൽ ദാവീദ് രാജാവ് പ്രാർത്ഥിച്ച പോലെ അങ്ങേ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനുമായി സ്വന്തമായ ദേവാലയം പണിയുമെന്നുള്ള ഞങ്ങളുടെ പരിശ്രമത്തെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണയിൽ ആശ്രയിച്ചും സ്നേഹത്തിൽ നിലനിന്നുകൊണ്ടും ദേവാലയ നിർമ്മാണത്തിനായുള്ള എല്ലാ പരിശ്രമങ്ങളെയും ഏറ്റെടുത്ത് അനുഗ്രഹിക്കുവാൻ കനിവാകണമേ. വിധവയുടെ കൊച്ചു കാണിക്കുകയെ അങ്ങ് വിലമതിച്ച ഈശോയെ ഞങ്ങളുടെ കൊച്ചു കാണിക്കകൾ സ്വീകരിക്കണമേ. ദേവാലയ നിർമ്മാണത്തിനായി അകമഴിഞ്ഞ് സാമ്പത്തികമായി സംഭാവന നൽകുവാനും ആത്മീയമായി ഒരുക്കുവാനും ശാരീരികമായി അധ്വാനിക്കുവാനും പരസ്പരം പ്രോത്സാഹിപ്പിക്കുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും ഒരുക്കണമേ. അങ്ങേക്കെന്നും ഞങ്ങളുടെ ഈ സമൂഹ മധ്യത്തിൽ വസിക്കുവാനായി പണിതുകൊണ്ടിരിക്കുന്ന ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങളെ സമൃദ്ധമായി ഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായും ശാരീരികമായും ദേവാലയ നിർമ്മാണത്തിനായി സഹായിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും വ്യക്തികളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്നും അവരുടെ എല്ലാ നിയോഗങ്ങളെയും ഏറ്റെടുത്ത് ആശീർവദിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയ നിർമ്മാണ സംരംഭത്തിലൂടെ ഞങ്ങൾ പരസ്പരം കൂടുതൽ അറിയുവാനും പങ്കുവയ്ക്കുവാനും ആത്മീയമായ കൂടുതൽ വളരുവാനും ആദിമസഭയുടെ കൂട്ടായ്മയിലും പരിശുദ്ധാനുപീഠാനങ്ങളാലും നിറയുവാൻ ബലം തരണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയുടെ കാവൽക്കാരനായ വിശുദ്ധ യോസേഫ് പിതാവേ, ദൈവത്തിന്റെ മുമ്പിൽ ഞങ്ങളുടെ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മേ, സഭയെ ധീരമായി നയിച്ച വിശുദ്ധ ചാവൽ പിതാവേ, സകല മാലാഖമാരെ, സകല വിശുദ്ധരെ,